ഹലോ, ഡോക്ടർ ആമിനയാണ് സംസാരിക്കുന്നത്. നമ്മൾ ഒരുപാട് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റിനെ കുറിച്ച് കേൾക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് വെയിറ്റ് ലോസിന് മാത്രമാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഒരിക്കലുമല്ല. ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് എല്ലാവരും എടുക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ഹെൽത്ത് ബെനിഫിറ്റ് ഒരുപാടുള്ളതാണ് ഈ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് എന്ന് പറയുന്നത്. മുട്ടുവേദന ഉള്ളവരായാലും വെയിറ്റ് കൂടിപ്പോയവരായാലും PCOD പ്രോബ്ലം ഉള്ളവരായാലും തൈറോയിഡിൻ്റെ ഇഷ്യൂ ഉള്ളവരായാലും എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒന്നാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടാവാതിരിക്കാനായിട്ട് പ്രിക്കോഷൻ എടുത്തുകൊണ്ട് ചെയ്യുന്ന ഡയറ്റാണ് ഇത്. അല്ലെങ്കിൽ വന്നതിനെ ചെറുക്കാനായിട്ട് ചെയ്യുന്ന ഡയറ്റാണ് ഇത്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. അത് തന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആണ്. ഇതിൽ എന്ത് ഫ്രൂട്ട്സ് ആണ് എന്ത് വെജിറ്റബിൾസ് ആണ് എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ ക്വാണ്ടിറ്റിയിൽ വേണം നമ്മൾ എടുക്കാനായിട്ടുള്ളത്. നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ്, ഇപ്പോൾ 2 ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്ന പോലെയല്ല, 3 മുതൽ 4 കപ്പ് വരെ ഫ്രൂട്ട്സ് എങ്കിലും ഇങ്ങനെ ഡയറ്റ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കേണ്ടി വരും. വില കൂടിയ ഫ്രൂട്ട്സ് എന്നല്ല, നിങ്ങൾക്ക് സീസണിൽ കിട്ടുന്ന എന്ത് ഫ്രൂട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം. ബെറീസ് ഒക്കെ മേടിക്കാനായിട്ട് ഒത്തിരി വിലയാവും എന്ന് പറയുന്നവർക്ക് ഗൂസ്ബെറി എന്ന് പറയുന്ന നമ്മുടെ നെല്ലിക്ക ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ള ഒരു ബെറി ഫ്രൂട്ട് തന്നെയാണ്. അതുപോലെ തന്നെ ലവ്ലോലിക്ക പോലുള്ള നമ്മുടെ നാട്ടിൽ കാണുന്ന ഫ്രൂട്ട്സ് തന്നെ നമുക്ക് ഒത്തിരി ഉപയോഗിക്കാം. സ്റ്റാർ ഫ്രൂട്ട് ഒക്കെ ഇപ്പോൾ കിട്ടുമല്ലോ. പിന്നെ വെജിറ്റബിൾസിലേക്ക് അത് നിങ്ങൾക്ക് ഇനി ആപ്പിൾ, പേരക്ക, പപ്പായ ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. ഇനി പച്ചക്കറിയിലേക്ക് വരാം. ബ്രോക്കലി, ക്യാരറ്റ്, ക്യാബേജ് പോലെ ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ള വെജിറ്റബിൾസും ക്യാരറ്റ്, ബീട്രൂട്ട് ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ബീൻസ് ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. സോർട്ടഡ് വെജിറ്റബിൾസ് ആയിട്ടോ സാലഡ്സ് ആയിട്ടോ തോരനായിട്ടോ എന്തൊക്കെ ആയാലും നിങ്ങൾക്ക് ഒരു 2 മുതൽ 3 കപ്പ് വരെ വെജിറ്റബിൾസ് നിങ്ങൾ എടുത്തിരിക്കണം. അടുത്തതായിട്ട് വരുന്നത് ഹെൽത്തി ഫാറ്റ് ആണ് കേട്ടോ. ഹെൽത്തി ഫാറ്റിനായിട്ട് നിങ്ങൾക്ക് മീനുകൾ ഉപയോഗിക്കാം. പല രീതിയിലുള്ള അയല, ചൂര, മത്തി പോലെയുള്ള ഫാറ്റുള്ള മീനുകൾ ഉപയോഗിക്കാം. നമ്മുടെ തേങ്ങ എന്ന് നാട്ടിലുണ്ടാക്കുന്ന എണ്ണയും തേങ്ങാപ്പാലും ഒലിവ് ഓയിലും അവക്കാഡോയും ബദാമും ഒക്കെ നല്ല ഫാറ്റ് തരുന്നത് തന്നെയാണ്. അതുപോലെ തന്നെ മത്തൻ കുരു, സൺഫ്ലവർ സീഡ് ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. ഇനി നമുക്ക് ടർമറിക് ഉപയോഗിക്കാം. ടർമറിക് നമുക്ക് ക്യൂബ്സ് ആയിട്ട് ഐസ് ആക്കി വെച്ചിട്ടൊക്കെ യൂസ് ചെയ്യുന്നത് കണ്ടില്ലേ? അതുപോലെയോ ഏതെങ്കിലുമൊക്കെ ഒരു രീതിയിൽ നിങ്ങൾക്ക് ടർമറിക് ഉപയോഗിക്കാം. ചിക്പി വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും നല്ലതാണ്. ഗ്രീൻ ടീ കുടിക്കുന്നത് നല്ലതാണ്. ഇതൊക്കെ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റിൽ വരുന്നതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് എഫക്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ നല്ല ഉറക്കം, സ്ട്രെസ്സ് കുറയ്ക്കുക, അതുപോലെ തന്നെ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. ഇനി ഇതൊക്കെ ഫോളോ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ വയറിളക്കാനും വിരയിളക്കാനും മറക്കണ്ട. ഈ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഫോളോ ചെയ്ത ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റിൽ നിങ്ങൾക്ക് വെയിറ്റ് ലോസ്, മറ്റുള്ള രോഗങ്ങളിൽ നിന്നെല്ലാം നല്ലൊരു റിക്കവറി ഒക്കെ നിങ്ങൾക്ക് കിട്ടും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇനിയൊരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ.